ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഒരു സ്പെഷ്യൽ ആട്ടോ. ഞങ്ങൾക്ക് സ്പെഷ്യൽ ആട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ട് മെയ് 13-ാം തീയതിക്കൊക്കെ. അപ്പോൾ രണ്ടാമത്തെ ആനിവേഴ്സറി ഞങ്ങൾ ഊട്ടി പോയിട്ടൊന്ന് ആഘോഷിക്കാൻ കരുതിയിട്ടാണ്. അപ്പം പോണ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമുക്ക് ബാഗ് പാക്കിംഗ് ആണ്. അതാണ് എൻ്റെ വലിയ ചടങ്ങ്. അപ്പം എന്തായാലും അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ഷോപ്പിങ്ങും ബാഗ് പാക്കിങ്ങും ഒക്കെ ആയിട്ട് കാണട്ടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് തുടങ്ങിയ കാരണം ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടെ. അങ്ങനെ പിന്നെ ഞാൻ ബാഗ് പാക്കിങ്ങിനൊക്കെ നിന്നിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട് എന്തെങ്കിലും പെട്ടി ഇങ്ങനെ റാക്കിൻ്റെ മേലെ വിളിച്ചെടുക്കുന്നത്. കാരണം ഇതെന്താ സംഭവിച്ചാൽ എൻ്റെ കല്യാണം ലെഹങ്ക ഇട്ടാ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസുകളൊക്കെ ഇങ്ങനെ കണ്ടു. നമ്മൾ കല്യാണ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ മാപ്പാർക്ക് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഇട്ടാ. പക്ഷെ ലാലും ഇതൊന്നും അറിയില്ല കേട്ടോ. ലാലും രാവിലെ കടയിൽ പോകുമ്പോൾ ചെയ്യാൻ പറഞ്ഞിരുന്നു, ഒക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ ഉറങ്ങിച്ചിട്ടൊക്കെ വൈകുന്നേരം ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ നിന്നേന്ന് കേട്ടോ. അങ്ങനെ എന്തായാലും ആദ്യം ലെഹങ്ക ഒക്കെ ഒന്ന് എടുത്ത് നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അങ്ങനെ മടക്കി വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു ഇതിൽ അമ്മക്ക് എന്തോ ഹോസ്പിറ്റലിൽ എന്താ പരിപാടിക്ക് അങ്ങനെ കൊണ്ടുപോയിരുന്നു കേട്ടോ. ഓൾക്കൊന്ന് ലെഹങ്ക വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇത് ഇടൂലല്ലോ നമ്മൾ കല്യാണ ഡ്രസ്സ്, പിന്നെ അങ്ങനെ പാത്രത്തിലേക്കാരം. അതിൽ പിന്നെ അതൊക്കെ ഒന്ന് നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇത് എങ്ങനെയായാലും ബാഗിൽ കുത്തിക്കൊള്ളിച്ചതല്ല, അതേ എന്നിട്ട് വലിയ ടെൻഷൻ. പിന്നെ എന്തെങ്കിലും കല്യാണം ടവൽ അതൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഒക്കെ എടുത്ത് പാത്ത് വെച്ചിരിക്കണം. അതൊക്കെ നമുക്കൊരു ഓർമ്മയാണല്ലോ, അത് പാത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ബാഗും മേക്കപ്പ് സാധനങ്ങളും ഒക്കെ കൂടെ ഒരു ഭാഗത്ത് കണ്ടിട്ടിട്ട് അങ്ങനെ ഇരുന്ന് റെഡിയാക്കാൻ കരുതിയിട്ടാണ്. മറ്റേ ഒന്നെടുത്ത് നീച്ച് വരും, പിന്നെ നീച്ചോണം അങ്ങനെ വേണ്ടേ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഒന്നായിട്ട് എല്ലായിടത്തും ഇട്ടിട്ട് ഒരുമിച്ച് നേരാക്കാൻ കരുതിയിട്ട് അങ്ങനെ ഒക്കെ കൂടെ ഇട്ടിട്ടൊക്കെ നുള്ളിൽ പെറുക്കെടുത്ത് വെക്കണമല്ലോ. ഈ പണി ലാലു എനിക്ക് തന്നിട്ടാണ്. അപ്പോൾ എന്താ വെച്ചാലും ലാലു പിന്നെ പോണ മുന്നേ തന്നെ ലാലുവിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ലാലു എടുത്ത് വെച്ചിരുന്നിട്ടാ. എന്നിട്ട് നമ്മൾ എടുക്കണ ലാലുവിന് പറ്റില്ല, ലാലു എടുക്കണ നമുക്ക് പറ്റില്ല, അങ്ങനെയല്ല. അപ്പോൾ പിന്നെ ഓൾക്ക് ഇഷ്ടമുള്ള തന്നെ ഓലൊക്കെ റെഡിയാക്കി തന്നിരുന്നു. ബാഗൊക്കെ വെക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഷർട്ടാവില്ല ലാലുവിന് ഇഷ്ടപ്പെടുക. അപ്പോൾ ആ ഒരു ഇത് കണ്ടാച്ചിട്ടാട്ടെ ലാലു അങ്ങനെ ചെയ്ത് വെച്ച് പോയിക്കണതും. അങ്ങനെ പിന്നെ ആദ്യം ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഞാൻ ആദ്യം ഇതാക്കിയിട്ട് ഈ പേസ്റ്റിൽ വെച്ചാൽ എന്താ വെച്ചാൽ പിന്നെ ഒന്ന് കുഴിഞ്ഞു പോകില്ല. മറ്റേ നമ്മളൊന്നും എടുക്കുമ്പോൾ ഒന്ന് പോയി തിരയാൻ കൊണ്ട് കിട്ടൂലല്ലോ. ഇത് പിന്നെ ഒന്നായിട്ടൊന്ന് കൊട്ടിയാൽ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഉള്ളിൽ പെറുക്കി എടുക്കാം. ബാക്കി അങ്ങനെ അതേമാതിരി തന്നെ എങ്ങനെ എടുത്ത് വെക്കാൻ അതൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഈ പൈസ തന്നെയായിട്ട് കൊണ്ടുനടക്കൽ എടുക്ക് പോവുകയാണെങ്കിലും. അങ്ങനെ ആ ഒരു പൗച്ച് ഞാൻ മീഷോന്ന് ചെയ്യുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പൗച്ച് തന്നെ കേട്ടോ. എത്ര 100 ചില്ലറ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അതിന് വില. അപ്പോൾ വൈകിട്ട് ഒരു കൊല്ലത്തിലേറെ ആയിക്കണം. അങ്ങനെ പിന്നെ എന്തായാലും ലെഹങ്ക ചുറ്റി മടക്കി എടുത്ത് വെക്കണം കേട്ടോ. എന്താണേലും മടക്കിയിട്ട് കൊണ്ട് മടങ്ങുമല്ല, റോൾ ചെയ്യാനും പറ്റില്ല. നമ്മൾ മടക്കണങ്ങാട്ടി സുഖം ഡ്രസ്സാണ് റോൾ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ സ്പേസ് കിട്ടില്ല നമുക്ക്. ഈ സാധനം എങ്ങനെ ഇതാക്കിയിട്ടും പറ്റില്ല കേട്ടോ. പിന്നെ അങ്ങനെ വിചാരിച്ച് പറിച്ചാനത്തിൻ്റെ അടിയത്തെ നെറ്റയിലും എടുത്ത് ഒഴിവാക്കിയാലോ കേട്ടോ. പിന്നെ ഒരു ദിവസത്തിന് എന്തിനാണ് വെറുതെ നെറ്റൊക്കെ എടുത്ത് ഒഴിവാക്കുന്നത് എഴുതിയിട്ട് ഞാൻ ആ ഒരു നെറ്റാണല്ലോ അതിൻ്റെ രസം. കാരണം അടിയിൽ ഇങ്ങനെ കൊന്നായി നിൽക്കണമല്ലോ. ഇത് മടക്കി വെച്ചിട്ട് ഇത് വില കടിച്ച് നിൽക്കട്ടെ. അതായത് ഞാൻ കുത്തിക്കൊള്ളിച്ച് അടിയിൽ വെച്ചിട്ട് അടിയിൽ വെച്ചാൽ പിന്നെ കാല് കാണൂലല്ലോ. അടിയിലാകുമ്പോൾ അമർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ മിഡിയന്നെ ഇട്ടേട്ടാ അങ്ങനത്തെ ആ ഒരു ഇതാട്ടാ വെച്ചത്. പിന്നെ ഞാൻ കുപ്പായും നെറ്റൊക്കെ എടുത്തേട്ടാ. പിന്നെ എനിക്ക് ചുറ്റിടാൻ ഞാൻ ഷാൾ എടുത്തേക്കായിരുന്നു കേട്ടോ. കാരണം അതിലേക്ക് ഉണ്ടായിരുന്ന ഷാൾ എങ്ങനെ വെച്ചാൽ ഇങ്ങനെ തലയിൽ നിൽക്കാത്തൊരു ഷാളുണ്ടല്ലോ, എന്താ ശരിക്കും പറയാൻ വെച്ചറിയില്ല. ഇങ്ങനെ ഒരു ഗ്ലേസിങ് ഉള്ളത് അതാണ്. ചുറ്റിയാൽ ചെവിയും കേൾക്കില്ല, തലയിലും നോക്കില്ല, ഒരുമാതിരി കോലയൊക്കെ എത്ര മുണ്ട് ചുറ്റിയാലും വൃത്തിയിട്ടില്ല. അപ്പം ഞാൻ അധികം ചുറ്റിടാൻ ഷിഫോണിൻ്റെ ഷാളാട്ടോ കഴിക്കുന്നത്. എൻ്റെ പെരയിലും ഞാൻ അങ്ങനെ കല്യാണത്തിന് ഷിഫോണിൻ്റെ ഷാളായിട്ട് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. കാരണം നമുക്ക് പിന്നെ ഉപയോഗിക്കാമല്ലോ. നമ്മളൊരു സാധനം വേണമെങ്കിൽ ഉപയോഗിക്കുന്ന സാധനം വേണ്ട. ഒരു ദിവസത്തിന് പൈസ ലാക്കി സാധനം കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാനതാട്ടോ ചെയ്യുന്നത്. കാരണം പിന്നെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എൻ്റെ ആ ഷാളിൽ ചുരിദാറൊക്കെ കെട്ടില്ല. മറ്റു പിന്നെ അൽമാറയിൽ വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ചുറ്റിടാൻ എൻ്റെ അടുത്തൊരു ഇതേമാതിരി വയലറ്റ് ലൈറ്റ് കളർ ഷാൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷാളിൽ നിന്ന് എടുത്തിരുന്നു. കല്യാണ ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചുറ്റിടാൻ. അത് കല്യാണത്തിൻ്റെ അന്ന് തന്നെ ചുറ്റിയിട്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് ചെവി കെട്ടിയിരുന്നില്ല. കാരണം ഓരോട് പറയാനും ചിലപ്പോൾ ഇത് കേൾക്കണില്ല. കാരണം ഇത് ഒന്നായിട്ട് ചുറ്റി വരുന്ന കിട്ടുമ്പോൾ ചെവി കെട്ടാണ്ട് അടയല്ലേ. ആ ഒരു ഷാൾ അങ്ങനെ ഒരു കട്ടിയുള്ളൊരു ഷാള്. ഞാനൊരു പിരാന്ത് ചെയ്യുന്നിട്ടോ. കല്യാണത്തിന് ഞാൻ തന്നെ ചെയ്യുന്നിട്ടോ. അവിടെ ഇവിടെയൊക്കെ മാറ്റി ഒരുങ്ങുന്നതൊക്കെ മേക്കപ്പ് ചെയ്തൊക്കെ ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ ഈ ചുറ്റി നമ്മളിങ്ങനെ പോകുന്ന ചെറുതിൽ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളെല്ലാം കാരണം എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലാണേലോ മാറ്റണ, അതായത് നിൽക്കാൻ കഴിഞ്ഞിട്ട് മാറ്റാൻ നിന്നതിന് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ നമസ്കാരം കഴിഞ്ഞ് മാറ്റാൻ നിന്നപ്പോൾ കറണ്ടും ഇല്ല. ഞങ്ങളെ പേരെ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്. മലയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് മാന്തി എടുത്തിട്ട് അങ്ങനെ ഒഴിഞ്ഞ സ്ഥലം, മരങ്ങളെ തണലും ഇല്ല, പെരും ജാതി വെയിലും. വേനൽക്കാലത്തായിരുന്നു കല്യാണം. കറണ്ടും പോയി ആകെ വേർത്ത് കുളിച്ച് ഫോണിൻ്റെ ഫ്ലാഷിലൊക്കെ എന്നിട്ട് ഞാൻ മാറ്റി ഒരുങ്ങുന്നത്. എന്നിട്ടാണെങ്കിൽ മുണ്ട് ചുറ്റിയിട്ട് നിൽക്കല്ല, പിരാന്ത് ഇങ്ങനെ കയറട്ടെ. കാരണം നമ്മൾ എത്ര വൃത്തിയിൽ ചുറ്റിയാലും നേരായില്ലെങ്കിൽ നമുക്കൊരു പിരാന്തല്ലേ കാരാവും.
അങ്ങനെ ഞാൻ എൻ്റെ പേരിൽ പിന്നെ രാവിലെ ഞാൻ ഷിഫോണിൻ്റെ ഷാൾ തന്നെയാണ് കേട്ടോ ചുറ്റുക. ഷിഫോൺ ഷാളായാലും പിന്നെയും ഉപയോഗിക്കുകയും ചെയ്യാം, ചുറ്റിയിട്ടാൽ ആ ഒരു വൃത്തിക്ക് അവിടെ നിന്നോളും. പിന്നെ നമുക്ക് അതിമക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ കീഴടങ്ങിക്കൊണ്ടേക്കാരം. എന്തായാലും അന്ന് അതായിരുന്നു കേട്ടോ ചുറ്റിയും. ഒരു മടിയാണ്, കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ട് മനസ്സിലായി കിട്ടൂല. നമ്മളാ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ റോൾ ചെയ്ത് വെക്കട്ടെ. റോൾ ചെയ്ത് വെച്ചാൽ എന്താ വെച്ചാൽ അത് വൃത്തിക്ക് അവിടെ നിന്നോളും. മറ്റേ നമ്മളൊന്ന് വിളിച്ചുമ്പോൾ ഒന്നും കൊണ്ട് പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാവില്ലേ. അങ്ങനെ പിന്നെ എനിക്ക് വെക്കുന്ന മാതിരിയൊക്കെ ഞാൻ റോൾ ചെയ്ത് വെക്കും കേട്ടോ. അപ്പം പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ ഞാനെന്താ മാറ്റി വെക്കുന്നത് വെച്ചാൽ ഇത് പോകുമ്പോൾ ഇടാനുള്ളത് ഞാൻ വേറെ മാറ്റി വെച്ച്, പിന്നെ അവിടുന്ന് പോയിട്ട് ഇടാനുള്ളതായിട്ട് ഈ ബാഗൊക്കെ ഈ കുത്തി നിറക്കുന്നതൊക്കെ എങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളാക്കണം. പിന്നെ പാൻറ്റും ടോപ്പും മുണ്ടൊക്കെ കൂടെ വെച്ചിട്ട് അങ്ങനെ റോൾ ചെയ്യട്ടെ, മറ്റേ വേറെ വേറെ റോൾ ചെയ്യണ്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ കാട്ടിക്ക് ചെയ്തിട്ടാണ്. പിന്നെ വെള്ള ഡ്രസ്സൊന്നും ഞാൻ പോകുമ്പോൾ ഇടുന്നില്ല, കാരണം നമ്മൾ ബൈക്കുമ്മേന്ന് പോയിരുന്നത്. അത് കാരണം പിന്നെ ഞാൻ ഫൈസ്ലീവ് ടീഷർട്ടും ജീൻസ് ചെയ്തിട്ട് എത്തിയിരുന്നു. ഇതൊക്കെ പിന്നെ അവിടുന്ന് ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ നടക്കുള്ളൂ. നമ്മൾ ഈ വെള്ളം എന്നിട്ട് കിടക്കില്ലല്ലോ. പിന്നെ അങ്ങനെ പുകയും ചളിയും ഇതൊക്കെ പിടിച്ചാൽ ഇങ്ങനെ കറ പോകുമല്ലോ. നമ്മൾ ലോങ് പോകുമ്പോഴത്തേനും അങ്ങനത്തെ ലൈറ്റ് കളർ ഡ്രസ്സ് ഇടുന്ന വൃത്തിയാണ്. ഞാൻ പിന്നെ ഇതൊക്കെ കൊണ്ട് റോൾ ചെയ്ത് വെക്കുമ്പോൾ കുറേ സ്പേസ് ഉണ്ടാവും കേട്ടോ. അതിന് ഞാൻ നന്നായിട്ട് റോൾ ചെയ്തിട്ട് അങ്ങനെ ലെഹങ്കയുടെ മേലെ വെച്ചിട്ട്, ലെഹങ്ക വെച്ച കാര്യമൊന്നും ആരും അറിയുന്നില്ല കേട്ടോ. പക്ഷെ ഇത് റോൾ ചെയ്ത് വെക്കുമ്പോൾ ഒന്നിച്ച് വെക്കുകയായിരുന്നു നല്ലത്. പക്ഷെ ഞാനത് ഒന്നെടുക്കുമ്പോൾ ഒന്ന് തരാൻ കിട്ടില്ല, പിന്നെ ഒന്നായിട്ട് വാരി വലിച്ചിടേണ്ടി വരില്ല. അപ്പോൾ അത് മടിച്ചിട്ടാട്ടില്ല ഒന്നായിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്യുന്നത്. പിന്നെ ലാലുവിൻ്റെ പാൻറ്റും ഇതൊക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എത്ര ഒതുക്കി പെറുക്കി വെക്കണമെങ്കിൽ നല്ലപോലെ വെക്കുകയൊക്കെ ചെയ്യട്ടോ. പക്ഷെ ഞാനിങ്ങനെ റോൾ ചെയ്ത് വെച്ചോണ്ടാട്ടോ അങ്ങനെ നിൽക്കുന്നത്. പിന്നെ വണ്ടിമേൽ നമ്മൾ എടുക്കുകയൊന്നുമില്ല അല്ലേ. പിന്നെ ഈ ഷാൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ലെഹങ്കയ്ക്ക് ചുറ്റിടാനുള്ളത് ഞാൻ അധികം ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് തന്നെ കേട്ടോ വെക്കുക. കാരണം കുറേ സ്പേസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അൽമാറിയിലായാലും ഒക്കെ ഞാൻ അങ്ങനെ തന്നെ കേട്ടോ വെക്കുക. ആദ്യമൊക്കെ മറക്കി വെച്ചിരുന്നു, പിന്നെ എനിക്ക് തോന്നി ഇത് റോൾ ചെയ്ത് വെക്കുന്നത് സുഖം, കാരണം കുറേ സ്പേസ് ഉണ്ടാവും റോളാവുമ്പോൾ. അങ്ങനെ പിന്നെ ബാഗിൽ ഞാൻ അതേമാതിരി റോൾ ചെയ്ത് വെച്ചും ഒക്കെ അതിൽ നിറച്ചിട്ടാണ്. എന്തായാലും സ്പേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊന്തിക്ക് അങ്ങനത്തെ വലിയ ഓവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ റോൾ ചെയ്ത് വെച്ച് പിന്നെ ലെഹങ്കയുടെ പെട്ടി ഇതൊക്കെ എടുത്ത് ഒഴിവാക്കച്ചാൽ മാറ്റി വെക്കണം കേട്ടോ. അതിന് പിന്നെ അതിൻ്റെ ടവലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊന്നും ഇപ്പോൾ നമുക്ക് വേണ്ടല്ലോ. ഞാൻ ആ ടവല് തിരുമ്മിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അതൊക്കെ നമുക്കൊരു ഓർമ്മയാണല്ലോ. ഞാൻ അതുപോലെ നമ്മൾ കല്യാണത്തിന് അന്ന് രാത്രി ഇട്ടിരുന്ന ഡ്രസ്സൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ഭ്രാന്ത് കേട്ടോ. നമ്മൾ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കണ ഒരു സ്വഭാവം ഉണ്ടിട്ടിരിക്കും. അപ്പോൾ കല്യാണത്തിന് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഇവിടെ വന്നിട്ട് മാറ്റുമല്ലോ കുളി കഴിഞ്ഞിട്ട്. അതായത് ആ ചുരിദാറൊന്നും ഒഴിവാക്കാതെ പാത്തിച്ച് കട്ടാം. പിന്നെ ഭാവിയിൽ നമുക്ക് ഓർക്കാൻ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസ് ഇതേമാതിരി എൻ്റെ ഫോൺ കേടെന്ന് വെച്ചാൽ എന്തോ ഞാൻ ലോക്ക് ഇട്ടിരുന്നു. ലോക്ക് പൊട്ടിച്ചപ്പോൾ ഫോണ് ഒന്നായിട്ട് ഫുള്ള് പോയിട്ട് നമ്പറും ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഈ സ്പെഷ്യലായിട്ടുള്ള ഫോട്ടോസുകളൊക്കെ പോയി. അത് പിന്നെ എന്തായാലും ഞാൻ ബാഗൊക്കെ വൈകുന്നേരം പാക്ക് ചെയ്തിട്ട് പിന്നെ രാത്രി 8:30 ലാലു വരുന്നതാണ്. ഞാൻ 8:30 ആയിട്ടില്ലല്ലോ എന്ന് കരുതി അങ്ങനെ ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ലാലു പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കഴിഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോഴായിട്ട് ഞാൻ മാറ്റാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ തട്ടിക്കൂട്ടി വേഗം മാറ്റി ഒരുങ്ങുക കേട്ടോ രാത്രി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വേഗം ഉണ്ടായിരുന്നില്ല, എനിക്കും തണുപ്പിനുണ്ടാകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ വേഗം കരുതിയിട്ട് പോകാൻ വേണ്ടിയിട്ടോ ലാലു ഇന്നെ കാത്തിക്കണം. ലാലു പിന്നെ കടയിൽ നിന്ന് വന്ന പാടേന്ന് കേട്ടോ. പിന്നെ എന്തായാലും മാറ്റി ഒരുങ്ങിയിട്ട് വേഗം പോയി. പിന്നെ അവിടെ മുട്ടി തീറ്റിയിരുന്നാൽ ലാലു കൊണ്ടുപോകാം. അപ്പോൾ പിന്നെ വേഗം ചാടി മണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ആദ്യം പോയിക്കണത് ഇവിടെ തിരൂർ സ്റ്റുഡിയോയിലായിരുന്നിട്ടാണ്. സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഒക്കത്തിന് നല്ല വില ഉണ്ട് കേട്ടോ. അപ്പോൾ ഓഫറൊന്നുമില്ല, രസമുള്ള ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വില ഉണ്ട്. അങ്ങനെ പിന്നെ 800 ചില്ലറ 900 ചില്ലറ അങ്ങനെയൊക്കെ കേട്ടോ. അത് എനിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞാനവിടെ ചെപ്പും കാര്യങ്ങളൊക്കെ വെറുതെ അവിടെ ചുറ്റി കറങ്ങി നടന്നു. പിന്നെ ഫൈവ് സ്ലീവൊക്കെ നോക്കിയിട്ടാ, തണുപ്പിൻ്റെ കുപ്പായം നോക്കി, പക്ഷെ ഒന്നും എനിക്ക് പറ്റില്ല. അതിന് പിന്നെ അവിടുന്ന് ഒന്നും എടുത്തില്ല കേട്ടോ. സ്റ്റുഡിയോയിലൊക്കെ അങ്ങനെ നോക്കി നടന്നിട്ട് വെള്ളം പോകുന്നിട്ടോ. പിന്നെ ലാലു എന്താ വിട്ട് നോക്കിക്കണമെന്ന് വെച്ചാൽ ലാലുവിൻ്റെ ചില ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് എടുത്തില്ല. ലാലു ഒരു കുട്ടികളെ ഡ്രസ്സുകളൊക്കെ നല്ല ഡ്രസ്സെല്ലാം എടുത്താൽ 149 ഉള്ളൂ. പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. നമുക്കൊന്നായിട്ടും ഒന്നും പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് മനസ്സിൽ പിടിച്ചാൽ അത് എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ നെക്സ്റ്റോ പോയിട്ടാണ്. സ്റ്റുഡിയോയിൽ പിന്നെ ഓഫറുള്ള ടൈമിൽ നല്ല ഓഫറായിട്ടാണ്. ഞാൻ ഇതേമാതിരി ഞാനൊരു ഡ്രസ്സ് എടുത്തിരുന്നിട്ടാ. അന്ന് 800 ചില്ലറിൻ്റെ സാധനം 400 ചില്ലറക്ക് കിട്ടിയപ്പോൾ ഞാൻ ലാലുവിനോട് നല്ല ലാഭമാണ് പറഞ്ഞിട്ട് ഞാൻ അന്നാ ടോപ്പ് എടുത്തത് പോന്നിട്ടാണ്. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതേമാതിരി സ്റ്റുഡിയോയ്ക്ക് ചെന്നപ്പോൾ ഞാൻ എടുത്താൽ 400 ചില്ലറിൻ്റെ സാധനം 200 ചില്ലറ അവിടെ ഓഫറിൽ. പിന്നെ നമുക്ക് ഭാഗ്യമുള്ള കാരണം എനിക്ക് പിന്നെ പൊതുവേ എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. ചെറുപ്പം മുതലേ അങ്ങനെ കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും നേരെ തല കിട്ടിയിട്ടാവും. അതായത് 800 ചില്ലറ 400 ചില്ലറക്ക് ലാഭം എന്ന് പറഞ്ഞ് പോകുന്ന സാധനം 2 ആഴ്ച കൊണ്ട് അത് 200 ചില്ലറക്ക് കേട്ടോ അവിടെ സ്റ്റുഡിയോയിൽ കൊടുക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ്. കാരണം അന്ന് നമ്മൾ ഓഫറിൽ കിട്ടിയല്ലേ എന്നുള്ള പൊലിവിലെടുത്ത് പോകുന്നതായിരുന്നു. പിന്നെ ചെന്നപ്പോൾ അതിലും വലിയ ഓഫറിലേക്ക് കടന്നത്.
പക്ഷെ എന്തായാലും ഇപ്രാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. ഓഫറും ഇല്ല, വലിയൊരു ഇതില്ലേനും, എന്നാൽ രസമുള്ളോട്ട് ഉണ്ടേനും, നമുക്ക് പറ്റിയൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ നെസ്റ്റോയിൽ കുറേ മുറ്റത്തിരുന്ന് നടന്ന് അവിടെ നോക്കി, അവിടുന്ന് എനിക്കൊന്നും പറ്റിയില്ല കേട്ടോ ഡ്രസ്സും. പിന്നെ ഞങ്ങൾ തിന്നാനുള്ള കഴിഞ്ഞിട്ടാണ്. അപ്പം അവിടുന്ന് ഷവർമ്മയും പിന്നെ ഒരു സെവനപ്പിൻ്റെ കുപ്പി എടുത്തിട്ടാണ്. എനിക്ക് സെവനപ്പാട്ടോ കൂടുതൽ ഇഷ്ടം. അതിന് പിന്നെ ഏതെടുക്കേണ്ടതൊക്കെ ആ കൺഫ്യൂഷൻ ആവട്ടെ, അതിൻ്റെ ഉള്ളിൽ അറിയില്ല, എല്ലാം നമുക്ക് വേണ്ട സാധനങ്ങളാവും. പിന്നെ ഞാൻ നെസ്റ്റോയിൽ തന്നെ ഒരു സൺസ്ക്രീൻ കഴിഞ്ഞില്ല കേട്ടോ. എൻ്റെ അടുത്തുള്ളത് കഴിഞ്ഞു, അങ്ങനെ ഞാൻ ഇടലും ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ ലോങ് പോകുന്നു, അപ്പോൾ പിന്നെ അങ്ങനെ എന്തായാലും ഒരു ഉപകാരമല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ 3-4 കടയിൽ തപ്പി തിരഞ്ഞെടുത്ത് ഫാമിലിയിലും പോയില്ല കേട്ടോ. അവിടുന്ന് എനിക്ക് പറ്റിയില്ല. പിന്നെ 3-4 കടയിൽ കയറിയിട്ട് കിട്ടാത്ത സാധനം ഞങ്ങൾ സ്ഥിരം പോണ കടയിൽ നിന്നിട്ട് എനിക്ക് കിട്ടിയത്. ലാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് എടുക്കില്ല, എനിക്ക് വോയിസ് സ്ലീവ് ഒക്കെ അവിടെ നിന്നിട്ട് എടുത്തിരുന്നു. പിന്നെ അതൊക്കെ തന്നെ കേട്ടോ ബാഗ് പാക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ. പിന്നെ കൊണ്ടുപോയ ലെഹങ്ക ഞാൻ ഇടാൻ മടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തു.